ഹായ് ഓൾ, എക്സാംസൊക്കെ വരുമല്ലേ. അപ്പോൾ നവോത്ഥാന നായകന്മാരെ പറ്റി ഒരു സീരീസ് ചെയ്യാമെന്ന് വെച്ചു. ഇന്ന് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിലാണ്. 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിലാണ്. അദ്ദേഹത്തിൻ്റെ വീടാണ് വയൽവാരം വീട്. അതേപോലെ ശ്രീനാരായണ ഗുരു ജനിച്ച സമയത്ത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി. അതേപോലെ അദ്ദേഹം മരിക്കുന്നത് 1928 സെപ്റ്റംബർ 20 ജനനം ഓഗസ്റ്റ് 20, മരണം സെപ്റ്റംബർ 20, അങ്ങനെ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ ജനനവും മരണവും പൊതു അവധി ദിനമായി ആചരിക്കുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ഇനി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ: മാതാവ് കുട്ടിയമ്മ, പിതാവ് മാടനാശാൻ. ബാല്യകാല നാമം നാണു എന്നായിരുന്നു. നാരായണൻ എന്നും അറിയപ്പെട്ടിരുന്നു. നാണു ആശാൻ എന്നും വിളിച്ചിരുന്നു. ഭാര്യ കാളി. ഗുരുക്കന്മാർ രാമൻപിള്ള ആശാൻ, തൈക്കാടയ്യ എന്നിവരാണ്. ആദ്യകാല ഗുരു കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. അതേപോലെ അദ്ദേഹത്തെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ നോക്കാം. ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്, രണ്ടാം ബുദ്ധൻ എന്നിങ്ങനെയൊക്കെ അദ്ദേഹത്തിന് വിശേഷണങ്ങളുണ്ട്. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് കവി ജി ശങ്കരക്കുറുപ്പാണ്. കോടതിയിൽ നേരിട്ട് ഹാജരാവുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയ ഒരു നവോത്ഥാന നായകൻ കൂടിയാണ് ശ്രീനാരായണ ഗുരു. ഇനിയും കുറച്ച് കണ്ടുമുട്ടലുകളാണ്. അദ്ദേഹം മറ്റുള്ളവരെ കണ്ടുമുട്ടിയിട്ടുള്ള വർഷങ്ങളാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. അണിയൂർ ക്ഷേത്രം. അതിനുശേഷം 1891 കുമാരനാശാനെ കായിക്കരയിൽ വെച്ച് കണ്ടുമുട്ടി. പിന്നീട് 1895 ഡോക്ടർ പൽപ്പു. വർഷം 1895 ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്. പിന്നീട് അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് 1912 ബാലരാമപുരത്ത് വെച്ചിട്ടാണ്. അദ്ദേഹം വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയത് 1914 അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണ്. അദ്വൈതാശ്രമം. പിന്നീട് രമണ മഹർഷിയെ കണ്ടുമുട്ടിയത് 1916 തിരുവണ്ണാമലയിൽ വെച്ചിട്ടാണ്. 1922 നവംബർ 22 ടാഗോറിനെ കണ്ടുമുട്ടുന്നത്. അപ്പം 1922 നവംബർ 22 ഓർക്കാൻ എളുപ്പമാണ്. ശിവഗിരിയിൽ വെച്ചിട്ടായിരുന്നു. ഇവരുടെ സംഭാഷണത്തിൻ്റെ ദ്വിഭാഷി കുമാരനാശാനായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ CF ആൻഡ്രൂസ് ഉണ്ടായിരുന്നു. ദീനബന്ധു എന്നറിയപ്പെടുന്ന CF ആൻഡ്രൂസ്. അതിൻ്റെ ഭാഗമായി ശ്രീനാരായണ ഗുരുവിനെ പറ്റി CF ആൻഡ്രൂസ് പറഞ്ഞതാണ്: ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ഇനി അദ്ദേഹത്തെ പറ്റി ടാഗോർ എന്താണ് പറഞ്ഞത്? ഞാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ചു വരികയാണ്. ഇതിനിടയ്ക്ക് പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുവിനേക്കാൾ മികച്ചത് ആരുമില്ല. ഇത് ടാഗോറിൻ്റെ വാക്കുകളാണ്. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും കണ്ടുമുട്ടുന്നത് 1925 മാർച്ച് 12 ശിവഗിരിയിൽ വെച്ച്. ഇവരുടെ സംഭാഷണത്തിൻ്റെ ദ്വിഭാഷി N കുമരനായിരുന്നു. 1881 ശ്രീനാരായണ ഗുരു 5 തെങ്ങിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് സ്കൂൾ സ്ഥാപിച്ചത്? 5 തെങ്ങിൽ. അദ്ദേഹം തപസ് അനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. പിള്ളത്തടം ഗുഹ. ഇനി അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്ന എന്താണ്? അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത്. അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887 അവിടെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയത് 1888 നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ്. ഇനി അരുവിപ്പുറം ക്ഷേത്രയോഗം എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗം. ഇത് രൂപീകരിച്ചത് 1898 ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിലാണ്.
ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത് 1903 മെയ് 15-നാണ്. 1903 മെയ് 15-ന് ഡോക്ടർ പൽപുവിൻ്റെ പ്രേരണയാലാണ് അദ്ദേഹം SNDP സ്ഥാപിച്ചത്. ഇനി SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം, അതായത് വാവൂട്ട് യോഗം 1898. ഈ അരുവിപ്പുറം ക്ഷേത്രയോഗം അല്ലെങ്കിൽ വാവൂട്ട് യോഗമാണ് SNDPയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. SNDPയുടെ ആദ്യ അധ്യക്ഷനും ആജീവനാന്ത അധ്യക്ഷനും ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു, ആദ്യ സെക്രട്ടറി കുമാരനാശാൻ, മുഖപത്രമായിരുന്നു വിവേകോദയം. ഇത് 1904 വന്നത്. ഈ വിവേകോദയമാണ് ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത്. 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപരായിരുന്നു M. ഗോവിന്ദൻ. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥം. ആസ്ഥാനം കൊല്ലം. അതേപോലെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയത് 1908-ലാണ്. ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയത് 1912-ലാണ്. ശിവഗിരി ശാരദാമഠം എന്ന് പറയുന്നത് അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. അഷ്ടഭുജാകൃതി. അതേപോലെ ശ്രീനാരായണ ഗുരു ആലുവായിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913-ലാണ്. ഈ അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യമെന്ന് പറയുന്നത് ഓം സാഹോദര്യം സർവത്ര. ഓം സാഹോദര്യം സർവത്ര. 1916 സംസ്കൃത സ്കൂളും ആലുവായിൽ സംസ്കൃത സ്കൂളും കാഞ്ചീപുരത്ത് നാരായണ സേവാശ്രമവും സ്ഥാപിച്ചു. ഇനി ആലുവായിൽ സർവമത സമ്മേളനം നടത്തിയത് 1924-ലാണ്. ഇതിൽ വെച്ച് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത് ആലുവ സർവമത സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശിവദാസ അയ്യർ അല്ലെങ്കിൽ സദാശിവ അയ്യർ എന്നറിയപ്പെടും. മദ്രാസ് ഹൈക്കോടതി ജഡ്ജായിരുന്നു. ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ചത് 1918 കാവ്യവേഷത്തിലായിരുന്നു. രണ്ടാമത് 1926. മറ്റൊരു രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. ശ്രീലങ്കയുടെയാണ് 2009. ഗുരുവിനോടുള്ള ആദരസൂചകമായി റിസർവ് ബാങ്ക് അദ്ദേഹത്തിൻ്റെ മുഖം ആലേഖനം ചെയ്ത 5 രൂപ നാണയം പുറത്തിറക്കി. ഇത് 2006 സെപ്റ്റംബറിലാണ്. അതേപോലെ തന്നെ ഗുരുവിനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1967 ഓഗസ്റ്റ് 21-നാണ്. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ് കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗമാണ്. 1927 കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗം. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം ശിവഗിരിയാണ്. 1928 സെപ്റ്റംബർ 20-നാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത് കുന്നിൻപുറം എന്നായിരുന്നു. സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ള നിറമായിരുന്നു. അദ്ദേഹം ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടം ക്ഷേത്രത്തിലായിരുന്നു. അവസാന പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് ഉല്ലല്ല. ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലങ്ങളാണ് കളവങ്കോട്, ഉല്ലല, കാരമുക്ക്, മുരിക്കുംപുഴ, വെച്ചൂർ. ഇനി സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്. ആദ്യ കൃതി അദ്ദേഹം സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഇത് അദ്ദേഹത്തിൻ്റെ ജാതി മീമാംസ എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതേപോലെ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരയണം. ആത്മോപദേശ ശതകത്തിലെ വരികളാണ്. 1999 ഡിസംബർ 31
ശ്രീനാരായണ ഗുരുവിന് നൂറ്റാണ്ടിലെ മലയാളി എന്ന വിശേഷണം നൽകിയത് മലയാള മനോരമയാണ്. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂരിനാണ്. ഇനി ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ കന്നേറ്റി കായലാണ് കരുനാഗപ്പള്ളിയിൽ. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ, മഹാരാഷ്ട്രയിൽ. ഇനിയും ശ്രീനാരായണ ഗുരുവിൻ്റെ യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ. അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്ത ഇറ്റാലിയൻ ശില്പിയാണ് സി തവാർലി. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കർ. യുഗപുരുഷൻ എന്ന സിനിമയുടെ സംവിധായകൻ ആർ സുകുമാരൻ. മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി എഴുതിയത് ഭാസ്കരൻ. ഇത്രയും കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഷെയർ ചെയ്യാനുള്ളത്. ഇത് PSC ഉദ്യോഗാർത്ഥികൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.